അടുത്ത നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ് 4 നമുക്ക് ഫയൽ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കമാൻഡ്സ്. അതായത് ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫയൽ എങ്ങനെ കോപ്പി ചെയ്യാം, ഫയൽ എങ്ങനെ റീനെയിം ചെയ്യാം, ഫയൽ എങ്ങനെ ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫയലിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യാം, ഡയറക്ടറീസ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഡയറക്ടറി എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം. ഇതിനാവശ്യപ്പെട്ട കമാൻഡ്സുകളൊക്കെയാണ് ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ്. അതിലെ ഒരു കമാൻഡാണ് ls കമാൻഡ്. നമ്മളൊരു കമാൻഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കമാൻഡിൻ്റെ കൂടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസും കൂടി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു ഡയറക്ടറി എന്ന് പറഞ്ഞ സംവിധാനം എന്താണ്, നമുക്ക് നമ്മുടെ ഫയൽസിനെ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള, ലോജിക്കലി ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡയറക്ടറീസ്. ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫയലുകളും കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ലിനക്സ് സിസ്റ്റത്തിൽ റൂട്ട് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിയുടെ താഴെയാണ്. അതിൻ്റെ താഴെ സബ് ഡയറക്ടറീസ് ഉണ്ട്. അതിൽ ചില സ്പെഷ്യൽ ഡയറക്ടറീസിനെ പറ്റി നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. /bin /etc/usr/ സ്വാപ്പ്, ഇങ്ങനെ സ്പെഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചില ഡയറക്ടറീസ് ഉണ്ട്. അതുകൂടാതെ ഓരോ യൂസറും ലോഗിൻ ചെയ്ത് വരുന്ന ഡയറക്ടറിനെ നമ്മൾ ഹോം ഡയറക്ടറി എന്ന് പറയും. നമ്മൾ ഏതൊരു യൂസർ ലോഗിൻ ചെയ്താലും ഹോം ഡയറക്ടറിയിലേക്കാണ് എത്തുന്നത്. അതായത് നമ്മുടെ റൂട്ടിൻ്റെ താഴെ ഹോം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറി ഉണ്ട്. അതിൻ്റെ താഴെ ഓരോ ഇൻഡിവിജ്വൽ യൂസേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡയറക്ടറി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേറെ ലൊക്കേഷനൊക്കെ കൊടുക്കാം. അതുപോലെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് mkdir, ഡയറക്ടറി എന്നൊരു ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാനുള്ള കമാൻഡ് cd. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ അതിൽ ചില സിമ്പലുകളുണ്ട്. ഫോർവേഡ് സ്ലാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റൂട്ട് ഡയറക്ടറി, ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് ഡയറക്ടറി, ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാരൻറ്റ് ഡയറക്ടറി, ടിൽഡ് സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹോം ഡയറക്ടറി. അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഡയറക്ടറി റിമൂവ് ചെയ്യാനായിട്ട് rmdir. പക്ഷേ ഇവിടെ rmdirൻ്റെ പ്രത്യേകത ഒരു ഡയറക്ടറിയുടെ ഉള്ളിൽ ഫയലുകളോ ഡയറക്ടറികളോ ഇല്ലെങ്കിൽ, അതായത് ഒരു empty ഡയറക്ടറി ആണെങ്കിൽ മാത്രമാണ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫയലിനെ റീനെയിം ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാം. ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാം. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് mb. അപ്പോൾ റീനെയിം എന്നുള്ളൊരു ഡയറക്ടറി അല്ലെങ്കിൽ ഫയൽ റീനെയിം ചെയ്യാനൊരു കമാൻഡ് ഇല്ല. mb എന്നുള്ള കമാൻഡാണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു ജസ്റ്റ് ഒരു ഫയൽ, ഒരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫയലിൻ്റെ ആക്സസിബിൾ ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണമെങ്കിലോ ടച്ച് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ഫയലിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഒരു ഫയൽ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, എന്നാണ് മോഡിഫൈ ചെയ്തത്, ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് stat എന്നൊരു കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫയലുകൾ കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് cp. കോപ്പി എന്നൊരു കമാൻഡ് അല്ല, cp ആണ് ഉപയോഗിക്കുന്ന കമാൻഡ്. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഫയൽ കോപ്പി ചെയ്യുമ്പോഴും റീനെയിം ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു ഫയൽ കമാൻഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഡയറക്ടറിയും നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റീനെയിം ചെയ്യാം, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഓപ്ഷൻ ഉണ്ട്, -r, റിക്കേഴ്സിവ്ലി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ്. അപ്പോൾ ആ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയലുകളായിട്ട് കോപ്പി ചെയ്യാനും, കോപ്പി കമാൻഡിൻ്റെ കൂടി -r ഉണ്ട്, മൂവ് കമാൻഡിന് കൂടി -r ഉണ്ട്, അതുപോലെ റിമൂവ് കമാൻഡിന് കൂടി -r. ദെൻ ചേഞ്ച് കമാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് എക്സ്പയറി ഇൻഫോർമേഷൻസ് ചേഞ്ച് ചെയ്യാൻ, എപ്പോഴാണ് ഒരു പാസ്വേഡ് എക്സ്പയർ ആവുന്നത് എന്നത് അറിയാനാണ്. സുഡോ എന്നുള്ളത് നമുക്ക് സുഡോ ഗ്രൂപ്പിൽ പെടുന്ന യൂസേഴ്സിനെ നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു സൂപ്പർ യൂസറിൻ്റെ പ്രിവിലേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് സുഡോ. അതുപോലെ തന്നെ വേറൊരു കമാൻഡുള്ളതാണ് ഒരു യൂസറിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫയലിൻ്റെ ഓണർഷിപ്പ്. അതായത് ഒരു ഫയൽ എടുക്കുകയാണെങ്കിൽ ആ ഫയലിന് ഒരു ഓണർ ഉണ്ടായിരിക്കും. ഡിഫോൾട്ടായിട്ട് ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളായിരിക്കും അതിൻ്റെ ഓണർ. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള യൂസർക്ക് അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കാം. അപ്പോൾ ആ ഓണർഷിപ്പ് ഉള്ള യൂസറിന് നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണോ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ chon എന്നുള്ള കമാൻഡ് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കമാൻഡ്സുകൾ ഒന്ന് ചെയ്ത് നോക്കാം ഇത് വെച്ചിട്ട്, ഇത്രയും വരെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മളോട് പറയുന്നത് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്. ക്രിയേറ്റ് എ ഡയറക്ടറി സ്ട്രക്ചർ ആസ് ഫോളോസ്. ഇതാണ് നമ്മളോട് ആദ്യം പറയുന്നത്. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന കമാൻഡ്സ് ചിലത് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓക്കെ
ക്രിയേറ്റ് ചെയ്യാം. ഈ ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, മൈ ഫയൽസ്, അതിൻ്റെ താഴെ നമുക്ക് വേണ്ടത് ഡോക്സ്, അതുപോലെ പ്രസൻറ്റേഷൻ, അതുപോലെ ഇമേജസ്. ഇത്രയും ഡയറക്ടറിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഹോം ഡയറക്ടറിയിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് ഏത് ഡയറക്ടറിയാണ് നിൽക്കണമെന്ന് അറിയാൻ PWD കമൻറ്റ് അടിച്ചാൽ ഹോം ഡയറക്ടറി നമ്മുടെ CT ലാബിൻ്റെ ഹോം ഡയറക്ടറിയിലാണ്. ദെൻ mkdir മൈ ഫയൽസ് ദെൻ CD അതിൻ്റെ ഡയറക്ടറി ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യുക, മൈ ഫയൽസ്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 3 ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഡോക്സ്, mkdir പ്രസൻറ്റേഷൻ PRES, ദെൻ mkdir ദെൻ ഇമേജസ്. ഇനി നമുക്കുള്ളത് ഇമേജസിൻ്റെ ഉള്ളിലാണ് 2 സബ് ഡയറക്ടറീസ് ഉള്ളത്. ഒന്നിൽ നമുക്ക് ആ ഡയറക്ടറിയിലേക്ക് CD ഇമേജസ് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. mkdir ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് mkdir ഇമേജസ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിറ്റി എന്നുള്ളൊരു ഫയൽ ഡയറക്ടറി വേണം. അതുപോലെ mkdir ഇമേജസിൻ്റെ താഴെ ആനിമൽ എന്നുള്ളൊരു ഡയറക്ടറി വേണം. യെസ്, ഇതാണ് നമ്മുടെ ഡയറക്ടറി. നമുക്കൊന്ന് റിക്കേഴ്സീവ് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 3 ഡയറക്ടറി. ഇനി അതിൽ ഇമേജസിൻ്റെ താഴെ വേറെ 2 ഡയറക്ടറി. ഇനി ഇത് ബാക്കിയെല്ലാം ഫയലാണ്. D1, D2, D3 ഡോക്കിൻ്റെ താഴെ. അപ്പോൾ ഡോക്കിൻ്റെ താഴെ D1, D2, D3 ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നില്ലെങ്കിൽ ഡോക്സിലേക്ക് പോകാം. അതിനുശേഷം ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഫയൽ ഉണ്ടാക്കിയാൽ മതി. D1, D2, D3. ഓക്കെ, 3 ഫയല് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്രസൻറ്റേഷനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ തിരിച്ച് ബാക്ക് മൈ ഫയൽസിൻ്റെ ഉള്ളിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ നിന്ന് വേണമെങ്കിലും നേരിട്ട് വേണമെങ്കിലും ഈ സബ് ഡയറക്ടറിയിൽ ഫയൽ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ പാത്ത് പറഞ്ഞാൽ മതി. പ്രസൻറ്റേഷൻ്റെ താഴെ ഓക്കെ P1, P2, P3, E1, P2, then P3. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ക്രിയേറ്റ് ചെയ്യണം, ഇമേജസിൻ്റെ ഉള്ളിൽ സിറ്റിയുടെ താഴെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ CD ഇമേജസ്, ദെൻ CD സിറ്റി, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സിറ്റിയുടെ താഴെ ടച്ച് C1, C2, ടച്ച് C3. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആനിമലിൻ്റെ താഴെയാണ്. അപ്പോൾ ഇമേജസിൽ നിന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ആനിമൽസിൻ്റെ താഴെ A1, ആനിമൽസിൻ്റെ താഴെ A2, ആനിമൽസിൻ്റെ താഴെ A3. ഓക്കെ, ഇത്രയും ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഡയറക്ടറി സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തതിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മൈ ഫയൽസിൻ്റെ താഴെ 3 ഫയലുകൾ, എല്ലാ ഡോക്സിൻ്റെ താഴെ ബാക്കിയുള്ള ഫയലുകൾ, LS ഇമേജ് പ്രസൻറ്റേഷൻ്റെ താഴെ ഫയലുകൾ, ദെൻ LS ഇമേജസിൻ്റെ താഴെ സിറ്റിയുടെ ഉള്ളിലെ ഫയലുകളുണ്ട്, അതുപോലെ ആനിമൽസിൻ്റെ ഉള്ളിലെ ഫയലുകളുണ്ട്.